വിഴിഞ്ഞത്ത് ഈ മാസം 12-ന് ട്രയൽ റൺ. കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തെത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. നാളെ വൈകുന്നേരം 3 മണിക്ക് സംഘാടക സമിതി യോഗം വിഴിഞ്ഞത്ത് ചേരും. ഇന്ത്യയിലെ നമ്പർ 1 തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ മീഡിയ വണിനോട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം അത് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ആദ്യ ട്രയൽ റൺ ആരംഭിക്കാൻ പോവുകയാണ്. മന്ത്രി വി.എൻ. വാസവൻ മീഡിയ വണിനോടൊപ്പം ചേരുന്നുണ്ട്. സാർ, 12-ാം തീയതി ട്രയൽ റൺ ആരംഭിക്കുകയാണ്. മദർഷിപ്പ് വരുന്നുണ്ട് കണ്ടെയ്നറുമായിട്ട്. സർക്കാർ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 1-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അവിടെ അനിവാര്യമായി വേണ്ട പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഇതിനോടൊക്കെ ഒരുക്കം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ബ്രേക്ക് വാട്ടർ 3000 മീറ്ററാണ് അവിടെ വേണ്ടിയിരുന്നത്. 2960 മീറ്ററും തീർന്നിരിക്കുന്നു. ഏതാണ്ട് കണ്ടെയ്നർ ബെർത്ത് പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ എത്തേണ്ടിയിരുന്ന ക്രെയിനുകൾ 32 എണ്ണമാണ്. 31 എണ്ണവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരെണ്ണം മാത്രമേ വരാനുള്ളൂ. മറ്റൊന്ന് ഹൈവേയുമായി ലിങ്ക് ചെയ്യുന്ന ഒരു അപ്രോച്ച് റോഡ്, അതിൻ്റെ അവസാന ഘട്ടം എത്തിയിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ യാർഡ് ആ രൂപത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട, ഷിപ്പിംഗ് മന്ത്രാലയത്തിന് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരങ്ങൾ പൊതുവിലുള്ളത് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ അതിൻ്റെ 2ഉം 3ഉം ഘട്ടത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പോകുന്നതിന് മുമ്പ് പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പബ്ലിക് ഹിയറിംഗ് ഈ കഴിഞ്ഞ ജൂൺ 19-ാം തീയതി തുറമുഖത്തിൻ്റെ പരിസരത്ത് വെച്ച് നടക്കുകയുണ്ടായി. 703ഓളം പേര് പങ്കെടുത്തിരുന്നു. 110ഓളം ആളുകൾ അവിടെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. വളരെ സമാധാനപരമായി 2-3 ഘട്ടങ്ങളിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള പൊതുവെയുള്ള അഭിപ്രായങ്ങളാണ് അവിടെ വന്നിരുന്നത്. 2ഉം 3ഉം ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അന്തർദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന തുറമുഖമായി, ഇന്ത്യയിലെ നമ്പർ 1 തുറമുഖമായി മാറുകയാണ്. ഈ കണ്ടെയ്നർ കപ്പൽ വരുമ്പോൾ വലിയ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടോ? മുഖ്യമന്ത്രിയാണോ സ്വീകരിക്കുന്നത്? നിശ്ചയമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കും ആദ്യത്തെ കപ്പൽ ട്രയൽ റൺ എടുക്കുന്ന രംഗത്ത് അത് ഉദ്ഘാടനം ചെയ്യുക. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ അതിൽ പങ്കെടുക്കും. ഞങ്ങൾ കേന്ദ്രത്തിലെ ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്നും ഒരു മന്ത്രിയെ കൂടി ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിന്റെ വിവരങ്ങൾ അറിയിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു വാർത്ത വന്നത് മഹാരാഷ്ട്രയിൽ വാദ്വാൻ എന്ന പേരിൽ വലിയൊരു ഹാർബർ നിർമ്മിക്കാൻ പോകുന്നു എന്നാണ്. അത് വിഴിഞ്ഞത്തിന് വല്ല വെല്ലുവിളിയും സൃഷ്ടിക്കുമോ? ഇല്ല, വിഴിഞ്ഞത്തിനുള്ള ഒരു സൗകര്യം ഇന്ത്യയിൽ ഇതുവരെ മറ്റെവിടെയും കണ്ടുപിടിക്കപ്പെട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടലിൽ ഇപ്പൊ കരയുടെ തീരത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് വന്നെത്തുന്ന ഏറ്റവും ആഴം കൂടിയ സൗകര്യമുള്ള സങ്കേതമാണ് ഇന്ത്യയിൽ വിഴിഞ്ഞം തുറമുഖം. നമ്മുടെ കൊച്ചി തുറമുഖം പോലും 73 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ മദർഷിപ്പ് വരൂ. അപ്പോൾ ഇവിടെ നമുക്ക് 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് വന്നെത്തുന്ന ഏറ്റവും ആഴമേറിയ ഒരു സൗകര്യം ഈ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ളതാണ് പ്രകൃതിദത്തമായ, നമുക്ക് അനുഗ്രഹീതമായ ഘടകം. അതിനെ മറികടക്കുന്ന ഒരു സങ്കേതം ഇതുവരെ ഇന്ത്യയിൽ എവിടെയും കണ്ടെത്തിയിട്ടില്ല. ആ സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ തുറമുഖം ഇപ്പം നിർമ്മിച്ചിട്ടുള്ളത്. അത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം നമ്മുടെ നാടിൻ്റെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വ്യാവസായിക, വാണിജ്യ, സാമ്പത്തിക മേഖലയിലെല്ലാം ഉണ്ടാകും. അതുപോലെ തൊഴിൽ രംഗത്തും വലിയ രൂപത്തിലുള്ള സാധ്യതകളുണ്ടാകും. വലിയ ആഘോഷ പരിപാടികളോടുകൂടി തന്നെ കണ്ടെയ്നർ ഷിപ്പിനെ സ്വീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം RB സനു, മീഡിയ 1.